പാലത്തിൽ പുലിവാല് പിടിച്ച് പെരുമ്പാവൂർ MLA. കാലടി പാലത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരവുമായി വന്ന പുലിവാല് പിടിച്ച അവസ്ഥയിലാണ് പെരുമ്പാവൂർ MLA മനോജ് മുത്തേടൻ. വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ പാലത്തിലെ ദുരന്തം കൂടിയതോടെ MLAക്കെതിരെ ജനരോക്ഷം ഉയരുകയാണ്. പാലം പണി നേരത്തെ തീരുകയാണെന്നുണ്ടെങ്കിൽ വേദനയാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ജോലിക്ക് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് ഈ സൈറ്റ് പോകാൻ പറ്റുമെന്ന് സംശയമുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ളതെന്ന് അറിഞ്ഞില്ല. ഇനി മേലാൽ ഇതൊരു വരില്ല. ഇനി നമ്മൾ ഈ രാജ്യത്തും പറ്റും. ഇതിനകത്ത് ഇപ്പൊ MCയോടുള്ള യാത്ര തന്നെ ദുരിതമാണ്. ഇപ്പൊ ദീർഘദൂര സർവീസുകൾ, വിമാനത്താവളം ഉൾപ്പെടെയുള്ള അത്യാവശ്യ യാത്രക്കാരൊക്കെ പോകുന്ന ഈ സ്ഥലത്ത് ഇത്രയേറെ ദുരിതം ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഭരിക്കുന്ന മുന്നണികൾക്കോ ഒന്നും യാതൊരു ശ്രദ്ധയുമില്ലാതെ ഈ ജനങ്ങള് ദുരിതം അനുഭവിച്ച് തന്നെ അതെങ്ങനെയും കടന്നു പോയിക്കോളും. ഇപ്പൊ 3 ദിവസം അടുപ്പിച്ച് പാലം അടച്ചിട്ട് രാത്രി ഇവിടെ മെയിൻ്റനൻസ് നടത്തി. പക്ഷെ ഒരു ദിവസം മെയിൻ്റനൻസ് നടത്തി ഞാൻ കണ്ടു. ബാക്കി 2 ദിവസം ഇവിടെ അടച്ചിട്ട യാത്രാ സൗകര്യം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ആ കുണ്ടും കുഴി ഉണ്ടായിരുന്ന അതൊക്കെ പൊളിച്ചു കളഞ്ഞു എന്നല്ലാണ്ട് ഒരു മെയിൻ്റനൻസും നടത്തിയത് കണ്ടില്ല. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമൊന്നുമല്ല. ഈ സൂത്രം കൊണ്ട് ഓട്ടടിക്കാന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്തൊക്കെയോ ഒരു പ്രശ്നം കാണിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വായടയ്ക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. എന്തായാലും അത് ഞാൻ ഒരു രാഷ്ട്രീയക്കാരും കുറ്റം പറയുന്നതല്ല. പക്ഷെ ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പുതിയ പാലത്തിന് പണി തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു മാത്രമാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ചെപ്പടി വിദ്യ മാത്രമായിരുന്നു ഇതെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. കാലടി പാലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള മന്ത്രി റോജി ജോൺ പോലും മാറി നിന്നപ്പോൾ സൂത്രത്തിൽ ഓട്ടയടയ്ക്കാം, കോട്ടയടച്ച് കൈയടി നേടാം എന്നാണ് പെരുമ്പാവൂരിന്റെ മുത്തായ മുത്തേടനും കൂടെയുള്ള ആജ്ഞാനുവർത്തികളായ പരിവാരങ്ങളും കണക്ക് കൂട്ടിയത്. പാലത്തെക്കുറിച്ച് ശരിയായി പഠിക്കാത്ത മുത്തേടൻ വൈകിയാണ് ഈ ചൊതിക്കുഴി തിരിച്ചറിഞ്ഞത്. 2 രാത്രികൾ പൂർണ്ണമായും പാലം അടച്ചിട്ടുള്ള അറ്റകുറ്റപ്പണികൾക്ക് PWD പച്ചക്കൊടി കാണിക്കുമെന്നറിഞ്ഞ പാടെ അണികളിലൂടെ ഇത് തന്റെ നേട്ടമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം തുടങ്ങിയായിരുന്നു MLA. രാത്രി 10 മണിക്ക് JCB വന്ന പാലത്തിൽ ടാർ ചിരണ്ടുന്നത് വരെ തകൃതിയായി സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തി. ഇതറിഞ്ഞ് റോജി ജോണിന്റെ അനുയായികൾ വിവരം മന്ത്രി അറിയിച്ചെങ്കിലും മുത്തേടൻ കുഴിയിൽ വീഴുന്നത് വരെ മാറി നിന്ന് ചിരിക്കുകയായിരുന്നു മന്ത്രിയും. പാലത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി കൂടെ കൊണ്ടു നടക്കുന്ന ക്യാമറക്കാർക്ക് മുന്നിൽ MLA പോസ്റ്റ് ചെയ്തത്. മനുഷ്യാവകാശ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതോടെയാണ് PWD 3 ദിവസത്തെ അറ്റകുറ്റപ്പണിക്ക് ഒരുമ്പെട്ടത്. എന്നാൽ പണി പൂർത്തിയാക്കാതെ 2 ദിവസം കഴിഞ്ഞ് പാലം തുറന്നു കൊടുത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പാലത്തിലെ യാത്ര ദുഷ്കരമായതോടെ സ്വകാര്യ ബസ്സുകൾ 2 ദിവസമായി പാലം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. 1 മാസം മുമ്പ് പാലത്തിൽ ബസ് ഉടമകൾ ശയന പ്രദക്ഷിണം നടത്തി തങ്ങളുടെ പ്രതിഷേധവും ദുരന്തങ്ങളും പൊതുജനങ്ങൾക്ക് മുൻപിലും അധികാരികൾക്ക് മുൻപിലും എത്തിച്ചെങ്കിലും അതൊന്നും പരിഹാരമുണ്ടായിട്ടില്ല. ശരിക്കും കാണിക്കുന്നത് ജനങ്ങളോടൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇത് എന്നുവെച്ചാൽ 2 ദിവസം സ്വകാര്യ ബസ്സുകൾ പണി മുടക്കി പാലം ബഹിഷ്കരിച്ചു കൊടുത്തു നോക്കി. എന്നിട്ട് ഇതുവരെ അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2 ദിവസം ഒരാഴ്ച മുമ്പ് പെരുമ്പാവൂർ MLA മനോജ് മുത്തേടൻ്റെ മധ്യസ്ഥയിൽ 3 ദിവസം പാലം അടച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മുന്നേ 2 ദിവസം രാത്രി പാലം അടച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൽ 3-ാം ദിവസം മെയിൻറ്റെയിനും ചെയ്തില്ല. ഇതിൽ ഒരു ദിവസം 1000-കണക്കിന് വണ്ടികളും യാത്രക്കാരും ഒരു ദിവസം ഇതിൽ പോകുന്നുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല. ഇത് ശരിക്കും ജനങ്ങളുടെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരാഴ്ച ഇവിടെ ബ്ലോക്ക് തുടങ്ങിയിട്ട് 2 ദിവസം ടാറിങ് എന്നുള്ള ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ട് അവരെ അടച്ചിട്ടിട്ട് അവർ ടാർ ചെയ്യണ്ടോയി. ഒരാഴ്ചയായിട്ട് ഒരാൾ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ബ്ലോക്കിനെതിരെ വന്നിട്ട്. ഇത് സ്കൂൾ വണ്ടിയില്ല, ബസ്സുകൾ ഓടുന്നില്ല, എന്നിട്ടും ബ്ലോക്കാണ്. ഒരു പോലീസുകാർ ഇവർ നിയമിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ. ഇപ്പൊ ഞങ്ങൾ ഓടുമ്പോൾ ഞങ്ങൾക്ക് ആളില്ലാതെ എല്ലാ വണ്ടി ഇവിടെ കാലിക്കന്നെ എല്ലാം ഓടണേ. എന്നാലും ഇതിനൊരു പരിഹാരം നാളെ തൊട്ട് വണ്ടി ഓടണമെന്നാണ് അവർ പറയണത്. അതല്ലെങ്കിൽ ബാക്കിയുള്ള നടപടി എടുക്കുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. എത്ര ദിവസമായി നമ്മൾ 1 മാസമാവാറായി. 2 ദിവസം അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രാത്രി അടച്ചിട്ടു. എന്നിട്ട് അത് ചെയ്യാണ്ട് പോയി, ടാർ ചെയ്യാണ്ട് പോയി. ഇത് ഒരു ദിവസം അടച്ചിട്ട് മൊത്തമായിട്ട് അടച്ചിട്ട് ചെയ്യണ്ടേ? അതാണ് ഒരു മര്യാദ. നമ്മൾക്ക് മാത്രമല്ല, നമുക്ക് ഇവിടെ വിദ്യാർത്ഥികൾ പലവരും 1 മണിക്കൂറും 1.5 മണിക്കൂർ സമയം കഴിഞ്ഞാണ് ക്ലാസ്സിലെത്തണേ. ആംബുലൻസുകൾ, എയർപോർട്ടിലുള്ള ജനങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടാണ്. ബസ്സുകൾ താന്നിപ്പുഴയിലും അങ്കമാലിയിൽ നിന്ന് വരുന്നവ കാലടിയിലും ട്രിപ്പ് അവസാനിപ്പിക്കുന്നത് മൂലം യാത്രക്കാർ പാലത്തിലൂടെ പൊരിവെയിലെത്തും മഴയത്തും നടന്ന് ഇരുവശത്തേക്ക് പോകേണ്ട അവസ്ഥയാണ്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇതുമൂലം അനുഭവിക്കുന്ന ദുരന്തത്തിന് കണക്കില്ല. ഇപ്പോൾ പബ്ലിസിറ്റിക്കാരെയും ജനപ്രതിനിധികളെയും ഇവിടെ കാണാനില്ല.
കാലകാലം വരെയായി ഇങ്ങനെ തന്നെ കിടക്കുക. ബസ്സിനൊന്നും പോകാൻ പറ്റണില്ല. അതെ നടന്ന് ആ കാനിപ്പുഴ കൂടി നടന്ന് വന്നിട്ട് ഇവിടം വരെ വന്ന കാലത്ത് ഇത് ചുമടും കൊണ്ട് ചുമന്നിട്ടാണ് കാലത്ത് അങ്ങോട്ട് അവിടേക്ക് പോയത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോ പണ്ടേ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നു. കാര്യം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ മഴയത്ത് ടാർ ചെയ്താൽ പോകുന്ന എല്ലാവർക്കും അറിയാം. പണ്ടേ ചെയ്തു വെക്കണ്ടായിരുന്നു. ആരുടെ പിടിപ്പേടായാലും മുഴുവൻ നാട്ടുകാർക്കും ഈ വാഹനങ്ങൾക്കും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. ഇനിയെങ്കിലും ഇങ്ങനെ വരാതിരിക്കണം. ഇപ്പൊ തീരും ഇനി ഒരു കൊല്ലം കഴിഞ്ഞാൽ ആ പാലം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നാളെ തന്നെയായാലും ഇതിനൊരു നല്ലൊരു പരിഹാരം ഇതിന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 1963 ആധുനിക കാലടിയുടെ ശില്പിയായ ആഗമാനന്ദ സ്വാമികളുടെ ദീർഘവീക്ഷണത്തിലാണ് കാലടി പാലം പൂർത്തിയായത്. പാലത്തിന് ശ്രീശങ്കര ബ്രിഡ്ജ് എന്ന് പേരിട്ടത് സ്വാമികളുടെ ആഗ്രഹമായിരുന്നു. 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പാലം ഇന്നും കരുത്തോടെ നിലനിൽക്കുന്നത് അതിന്റെ ആർച്ച് രൂപത്തിലുള്ള നിർമ്മിതിയാണ്. ഈ സാങ്കേതിക വിദ്യയിൽ വൈബ്രേഷൻ സ്വാഭാവികമാണ്. പാലത്തിന്റെ സ്വാഭാവിക വൈബ്രേഷൻ അനുവദനീയമല്ലാത്ത ഭാരവാഹനങ്ങൾ കയറുമ്പോൾ അസാധാരണമായ വൈബ്രേഷൻ ആവുകയും ഇത് പാലത്തിന്റെ ദൃഢമായ കോൺക്രീറ്റ് ഒഴികെയുള്ള ഭാഗങ്ങൾക്ക് ഇളക്കം തട്ടുകയും ടാറിംഗ് ഭാഗങ്ങൾ വീണ്ടും കീറുകയോ ഉരുണ്ടുകൂടുകയോ ചെയ്യുകയാണ് പതിവ്. അമിതഭാരം ഒഴിവാക്കുക മാത്രമാണ് ഏക പോംവഴി. അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തെ അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കാൻ അധികാരികൾ തയ്യാറാവണം. അല്ലാതെ ചെപ്പടി വിദ്യകൾ കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചാൽ വെളുക്കാൻ തേക്കുന്നത് പാണ്ടാവുകയുള്ളൂ. പൗരൻ ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.